ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, UDF-നെ അധികാരത്തിൽ എത്തിക്കാനല്ല അവരൊന്നും ശ്രമിച്ചത്. ഇവരെല്ലാവരും ശ്രമിച്ചത് സതീശനെ അധികാരത്തിൽ എത്തിക്കാനാണ്. അതും കൂടി കാണണം. കാരണം ഈ സതീശന് മാത്രമേ ഇതിന്റെ ക്രെഡിറ്റ് ഉള്ളൂ. ശ്രദ്ധിച്ചണ്ട, വിജയത്തിന്റെ ക്രെഡിറ്റ് ഒറ്റയാക്കേ ഉള്ളൂ. ആർക്ക്? KC വേണുഗോപാൽ വെറും വൃത്തികെട്ട ആളെന്നുള്ളവരൊക്കെ ഇവര് തന്നെ പറയണത്. നിഷാദ് റാവുത്തറൊക്കെ എന്നിട്ട് മീഡിയ വണ്ട് ചർച്ചയിൽ തന്നെ ഇന്ന് KC വേണുഗോപാൽ വെറുതെ റാഞ്ചാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പുള്ളി കഴുകനോ പരുന്തോ ഒക്കെ ആയിട്ട് വന്ന് എന്ത് ചെയ്യുന്നതാണ്, കോഴിക്കുഞ്ഞുങ്ങളൊക്കെ റാഞ്ചൂല. അതുപോലെ പാവൻ സതീശൻ ഇവിടെ എന്ത് ചെയ്യുന്ന കോഴിക്കുഞ്ഞിന്റെ നിന്ന് ഇത് എന്ത് ചെയ്യുന്നു, സതീശൻ കോഴിക്കുഞ്ഞിന്റെ കോഴിക്കുഞ്ഞായിട്ട് എന്ത് ചെയ്യുന്നു, മുഖ്യമന്ത്രി കസേര ഇരിക്കുന്നു. മുഖ്യമന്ത്രി കസേര എന്ത് ചെയ്യരുത്, റാഞ്ചി എടുക്കരുത്. കൂടാതെ മുസ്ലിം വിരുദ്ധനാണ്, ഹിന്ദു ചേർന്ന് നിൽക്കുന്നവനാണ്, കോൺഗ്രസിന് വലിയ കോട്ടം ഉണ്ടാക്കിയവനാണ്, ലോകത്ത് മുഴുവൻ കോൺഗ്രസിന് തോപ്പിച്ചവനാണ് എന്നൊക്കെ പറയും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പറയാത്ത കുറ്റമൊന്നുമില്ല. ഈ ട്രംപ് അധികാരത്തിൽ വന്ന പോലും പുള്ളിയുടെ തലയിലാണോ എന്നുള്ള ലെവലിലേക്കാണ് വന്നേക്കുന്നത്. അങ്ങനെ ഇവർക്കെതിരെ ഇപ്പം യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല കയറി തുടങ്ങിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കരുതായിരുന്നു, ഇയാൾ ആൾ ശരിയല്ല, പണ്ട് ആഭ്യന്തര പരിചയപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും കറക്റ്റ് അല്ല എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് ആണെങ്കിൽ പിന്നെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് കൈകടത്താൻ കുറച്ച് പണിയാണല്ലോ.